ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഒക്ടോബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റായി ഒരു സെഷൻ വേണം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അതിൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ജനറൽ റീഡിങ്സിൽ യൂഷ്വലി കുറേ ആൾക്കാരുടെ എനർജി ടാപ്പ് ആവും. അപ്പോൾ ഇതിൽ ചില മെസ്സേജസ് ചിലപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാത്തത്. പക്ഷേ ഒരു പ്രൈവറ്റ് റീഡിങ്ങിൽ അങ്ങനെയല്ല. പ്രൈവറ്റ് റീഡിങ് നിങ്ങളുടെ മാത്രം ആയിട്ട് എനർജിയാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അവിടെയും നിങ്ങൾക്ക് മെസ്സേജസ് അയച്ചു തരാം. ആൻഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അവിടെയും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വേഗം മെസ്സേജ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. എത്രയും കൂടുതൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണു എൻ്റെ വീഡിയോസിൻ്റെ കൂടെ, അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ്, നിങ്ങളുടെ എന്താണ് ഒക്ടോബർ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? പാസ്റ്റിൽ അക്വേറിയസിന് വേണ്ടിയിട്ട് 2 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് ഒക്ടോബർ എനർജി എന്താണ്? കറണ്ട് ഒക്ടോബർ എനർജി ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജിയാണ് 4 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒക്ടോബർ മാസത്തിൻ്റെ ചാലഞ്ച് 3 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ് ആണ് ഡെവിൾ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലാണ് സ്റ്റാർ, അത് അക്വേറിയസ് എനർജി തന്നെയാണ്. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ അക്വേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു ഒരു സക്സസ്ഫുൾ പേഴ്സൻ്റെ എനർജിയാണ്. ഫിനാൻഷ്യലി ഒരു നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ. ഇത് കരിയർ സക്സസിൻ്റെ എനർജിയാണ്, ഫിനാൻഷ്യൽ എബണ്ടൻസിൻ്റെ എനർജിയാണ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ കരിയർ വൈസ് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മാസമാണ്. ഇത് ആക്ച്വലി ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, അതല്ല വെച്ചാൽ മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായി ഉണ്ടെച്ചാലും നിങ്ങളുടെ ഫോക്കസ് ഈ മാസം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. നിങ്ങളുടെ ഫോക്കസും പ്രയോറിറ്റി ഈ മാസം നിങ്ങളുടെ കരിയറാണ്. അപ്പോൾ ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സായി റീസെൻ്റ്ലി, ഓറെൽസ് ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഫേം ആയ പേഴ്സൻ്റെ എനർജിയാണ്. ഒരു ക്ലാരിറ്റി ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് സോഡ്സ് ഒരു ടഫ് പേഴ്സൺ ആണ്. അവർക്ക് എന്താ വേണ്ട വെച്ചാൽ അവർ കുറെ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആൻഡ് അതാണ് നിങ്ങളുടെ എനർജി. ആരും നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കാൻ പറ്റില്ല. ഈ മാസം നിങ്ങൾക്ക് കുറെ ക്ലാരിറ്റി ഉണ്ടാവും എല്ലാത്തിലും. ആൻഡ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും ക്ലിയർ ആവും. പറഞ്ഞാൽ നിങ്ങളൊന്നും ഒളിപ്പിക്കാണ്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് സംസാരിക്കണത്. എല്ലാം കാര്യങ്ങൾ പറയണത്, എല്ലാം ഐഡിയാസൊക്കെ എക്സ്പ്രസ് ചെയ്യണത്, കുറെ ക്ലാരിറ്റി ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ? 3 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ റീസെൻ്റ്ലി ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, ഓറെൽസ് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ മാസം ഹീൽ ചെയ്യാനാണ് ശ്രമിക്കണേ, ആ ഡിസപ്പോയിൻമെൻറ്റിന് പുറത്തു വരാനാണ് ശ്രമിക്കണേ. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 2 ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സ് ഒരു ഇൻഡെസിഷൻ്റെ എനർജിയാണ്. ഒരു ക്രോസ് റോഡ്സിൽ ഉണ്ടാവുമ്പോൾ ഒരു പേഴ്സണ് ഏത് വഴിക്കാ പോകണ്ടേ, ഈ ഡിറക്ഷനാണോ എനിക്ക് വേണ്ടിയിട്ട് നല്ലത്, ഓറെൽസ് മറ്റേതാണോ എനിക്ക് വേണ്ടിയിട്ട് ശരിയാവുക. ഇത് ഫ്യൂച്ചർ പ്ലാനിങ്ങിൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ മേ ബി എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടായി ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്താ വേണ്ടതെന്ന്. എംപ്രസ് എനർജീൻ്റെ ഇവിടെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു സിംഗിൾ
പേരൻ്റ് ആണ്, നിങ്ങളുടെ കുട്ടികളുണ്ടാവും, ആൻഡ് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറും പ്ലാൻ ചെയ്യാണ്ട്. അപ്പോൾ എന്താണ് ഈ എംപ്രസ് ഇവിടെ? മൂൺ. ഇവിടെ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജിയാണ് എനിക്ക് കിട്ടണത്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾ ഒരു മെയിലാണ് വെച്ചാലും ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് എന്തോ കുറെ സീക്രറ്റ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു സീക്രട്ട് പ്രഗ്നൻസിയും കൂടിയും കാണുന്നുണ്ട്. അതല്ല വെച്ചാൽ മേ ബി ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയിരിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസൈഡ് ചെയ്യാൻ എന്തോ ഒരു ഡിസിഷൻ ഉണ്ടാക്കാണ്ട്, എന്താ വേണ്ടേ ഫ്യൂച്ചറിൽ, എങ്ങനെ ഇത് നമ്മൾ പ്ലാൻ ചെയ്യുക, എങ്ങനെ ഫിനാൻസസ് ഒക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ കുറേ പ്ലാനിങ് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റ് എനർജിയിൽ. ഇവിടെ ക്യാൻസർ പൈസീസ് എനർജി ഉണ്ട് പാസ്റ്റിൽ. അപ്പോൾ കറണ്ട് എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കുറേ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൻ്റെ എനർജി. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഞാൻ പറഞ്ഞ മാതിരി ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ വീട്, അതിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ് ഈ മാസം. എന്താണ് ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്? അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ഡിഫിക്കൾട്ട് സമയം വിട്ടിട്ട് മുമ്പോട്ടാണ് പോകാൻ ഡിസൈഡ് ചെയ്യണേ. കുറേ ഒരു സ്റ്റേബിൾ വാട്ടേഴ്സിൻ്റെ ഡിറക്ഷനിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ പാസ്റ്റിൽ ഉണ്ടായ ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ നിങ്ങൾ വിട്ട് മുമ്പോട്ട് പോകണം. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു വലിയ എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബ്രേക്കപ്പ് ഇല്ലച്ച ഒരു എൻഡിങ് ഉണ്ടായിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇവിടെ സ്കോർപ്പിയോ എനർജി ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. ഫ്യൂച്ചറിലും നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, അതിലേക്കാണ് ഫോക്കസ് ചെയ്യണത്. കുറച്ച് ഹെൽത്ത് വൈസ് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ചെറിയ ഇൽനെസ്സസ് ഉണ്ടാവാൻ വഴിയുണ്ട്. കുറച്ച് സൂക്ഷിക്കണം ഹെൽത്ത് വൈസ്. ഓക്കെ, അതല്ല വെച്ചാൽ ഇതൊരു ഇമോഷണൽ ഹെൽത്ത് ആണ്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. നിങ്ങളുടെ കാര്യത്തിലാണ് പ്രയോറിറ്റൈസ് ചെയ്യണേ. നിങ്ങളുടെ ഹെൽത്തും, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഡിസയേഴ്സ്, നിങ്ങളുടെ ഗോൾസ്, അതിനൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. പക്ഷെ ഇവിടെ വരണത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഇതൊരു ക്രിയേറ്റീവ് ന്യൂ ബിഗിനിങ് ആയിരിക്കാം കരിയറിൽ. അതല്ല വെച്ചാൽ ഒരു ലവില് ബിഗിനിങ് ആയിരിക്കാം, ഒരു പുതിയ ബിഗിനിങ് ആയിരിക്കാം. കുറെ പാഷൻ ഉണ്ട് ഇവിടെ. ഏസ് ഓഫ് വാൻഡ്സ്, പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് ഇത്. ആൻഡ് ഇവിടെ 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. എവിടെയോ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു ഇങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ടെന്ന്. മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സൺ ഓൾറെഡി ഇഷ്ടമുണ്ടായിരുന്നു, ഇവർ നിങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഇവർ ഒരു ഓഫർ ഉണ്ട് ഇവിടെ ഫ്യൂച്ചറിൽ. ഓക്കെ, പക്ഷെ ഇതൊരു ലസ്റ്റ് ബേസ്ഡ് എനർജിയാണ്. പറഞ്ഞാൽ ഇത് ഫിസിക്കൽ അട്രാക്ഷൻ ആണ് കൂടുതൽ ഇവിടെ കാണുന്നത്. ഇമോഷണൽ അട്രാക്ഷൻ അത്ര ഞാൻ കാണില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആണ് 3 ഓഫ് പെൻറ്റിക്കിൾസ്. എന്തുകൊണ്ടാണ് ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ചാലഞ്ച് ആയി കാണുന്നത്? 4 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ വേറെ ആൾക്കാരുടെ കൂടെ എങ്ങനെയാ നിങ്ങൾ യോജിച്ച് പോകണത് എന്ന് വെച്ചാൽ ഇത്. ഇവര് നിങ്ങളുടെ വർക്ക് കലീഗ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, സോഷ്യൽ ലൈഫിലുള്ള ആൾക്കാരായിരിക്കാം. എന്നുവെച്ചാൽ നിങ്ങളുടെ എനർജി കുറെ ഒരു വിഡ്രോൺ ആയിട്ടാണ്. നിങ്ങൾക്ക് സോഷ്യലൈസ് ചെയ്യണം എന്നില്ല, വേറെ ആൾക്കാരുടെ കൂടെ അത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ തന്നെ കാര്യം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ പ്ലാൻ. അതാണ് അവിടെ ചാലഞ്ച്. എന്നുവെച്ചാൽ കുറെ ആൾക്കാർ ഇവിടെ കാണാണ്ട് നിങ്ങളുടെ എനർജിയിൽ. ആൻഡ് അവരുടെ കൂടെ ഡീൽ ചെയ്യുക, അവരുടെ കൂടെ കാര്യങ്ങൾ നടപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങളുടെ റിലേഷൻഷിപ്സ് വേറെ ആൾക്കാരുടെ കൂടെ, അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഞാൻ കാണുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് കാണാണ്ട്. ആൻഡ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടാവില്ല. പക്ഷെ യുനോ മേ ബി നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ വേറെ ആൾക്കാരുടെ കൂടെ ടീമിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനത്തെ ഒരു ചാലഞ്ചസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ അഡ്വൈസ് ഡെവിൽ ആണ്. കാപ്രിക്കോൺ എനർജിയാണ് ഡെവിൽ. എന്തുകൊണ്ടാണ് ഇവിടെ ഡെവിൽ അഡ്വൈസ് ആയിട്ട് കാണുന്നത്? മെജിഷ്യൻ. ഈ മെജിഷ്യൻ എന്താണ്? ഫൂൾ. അപ്പോൾ ഏരീസ് എനർജി. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ
ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഫ്യൂച്ചറിലും ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. പക്ഷെ ഇതൊരു പാഷൻ ബേസ്ഡ് ബിഗിനിങ് ആണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണത് അവർ നിങ്ങളോട് കുറെ കാര്യങ്ങൾ അവർ പ്രോമിസ് ചെയ്യും. മേ ബി അവർ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയും. പക്ഷെ അത് കുറച്ചൊരു ചെക്ക് ചെയ്യുക. ഓക്കെ, വേറെ സോഴ്സ് ഉണ്ട് വെച്ചാൽ ആ സോഴ്സിന്റെ അടുത്തുനിന്ന് ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവർ പറയണതെല്ലാം ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പേഴ്സൺ എന്തോ ഒളിപ്പിക്കണ്ടില്ല വെച്ചാൽ മാന്യൂപ്പുലേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയണത്. ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ കരിയറിലായിരിക്കാം, ഇല്ല എനിക്ക് തോന്നുന്നത് റിലേഷൻഷിപ്പാണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളോട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് തരും. പക്ഷെ ഈ പേഴ്സൺ അങ്ങനെ സീരിയസ് ടൈപ്പ് അല്ല. ഓക്കെ, അവർക്ക് ജസ്റ്റ് ഒരു ഫിസിക്കൽ ഇന്റിമസിയെ വേണ്ടു. പക്ഷെ അവർ ചിലപ്പോൾ നിങ്ങളോട് മറ്റേ മാരേജും കമ്മിറ്റ്മെന്റൊക്കെ പറയും. പക്ഷെ അവർ അത് ഫോളോ ചെയ്യില്ല. ഈ പേഴ്സൺ എന്തോ ഒരു ശരിയല്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ. ഓക്കെ, ആൻഡ് ഒരു ഇറസ്പോൺസിബിൾ ടൈപ്പ് ഓഫ് പേഴ്സണും ആണ്. അവരുടെ വേറെ അഫെയർസും ഉണ്ട്, പറഞ്ഞാൽ അവരുടെ വേറെ സൈഡിൽ റിലേഷൻഷിപ്സും ഉണ്ട്. ഈ കാര്യം മേ ബി അവർ നിങ്ങളോട് തുറന്ന് പറയില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഏതെങ്കിലും ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോണ മുമ്പേ ജസ്റ്റ് ഡബിൾ ചെക്ക് ചെയ്യുക ഈ പേഴ്സന്റെ ഹിസ്റ്ററി എന്താണ്, ഈ പേഴ്സന്റെ വേറെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പറ്റുന്നെങ്കിൽ അത് ചെയ്യാം. ഇവിടെ ഹിഡൻ ഫാക്ടറിൽ സ്റ്റാർ ആണ്, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ എന്താ വെച്ചാൽ നിങ്ങൾ ഹീൽ ചെയ്യും, റിക്കവർ ചെയ്യും. എന്തെങ്കിലും ഇവിടെ പാസ്റ്റിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവാൻ പോകണ്ട ഈ മാസം. എസ്പെഷ്യലി ന്യൂ ബിഗിനിങ്സിൽ നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കരിയറിൽ ആണെച്ചാലും കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആൻഡ് ലവിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പേഴ്സൺ, എസ്പെഷ്യലി ഒരു ഫയർ സൈൻ ആണ് കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, കുറെ ഒരു പ്ലെയർ എനർജിയാണ്. ഓക്കെ, അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും. ആൻഡ് മേ ബി നിങ്ങളും ഈക്വലി ഇവിടെ അട്രാക്റ്റഡ് ആണ് ഈ പേഴ്സന്റെ അടുത്ത്. പക്ഷെ ആ പേഴ്സന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം നമ്മൾക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം ആണ് 5 of Swords. അപ്പൊ 5 of Swords ഗോസിപ്പിന്റെ എനർജിയാണ്, നെഗറ്റീവ് എനർജിയാണ് കുറച്ച്. ഈ 5 of Swords എന്താണ് ഇവിടെ? വേൾഡ്. അപ്പൊ നിങ്ങൾ എന്തോ ഒരു എൻഡിങ് കഴിഞ്ഞ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുമ്പോൾ കുറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പ്രീവിയസ് റിലേഷൻഷിപ്പ് വിടുമ്പോൾ മേ ബി നിങ്ങളുടെ എക്സ് നിങ്ങളെ കുറിച്ച് എന്തോ ഇവിടെ ഗോസിപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. 8 of Cups ഇവിടെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസിന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തുനിന്ന് വാക്ക് അവേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പേഴ്സൺ മേ ബി നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയോ തകർക്കാൻ നോക്കണ്ടെന്ന് അതാണ് അവർ ശ്രമിക്കണത്. ഈ 7 of Swords, ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഗൻസ്റ്റ് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ അഗൈൻ അത് സൂക്ഷിക്കുക. ആൻഡ് ഇവിടെ പേജ് ഓഫ് ഫോൺസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ആ ഫ്യൂച്ചറിൽ വരണ പേഴ്സണും കുറച്ചൊരു ഇമ്മെച്യൂർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകേണ്ട വെച്ചാൽ എല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അക്വേറിയസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് സ്കോർപിയോ, ഏരീസ് ഉണ്ട്, ഫയർ സൈൻ ഞാൻ പറഞ്ഞ മാതിരി ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, ജെമിനൈ, വെർഗോ, ക്യാൻസർ, പൈസീസ്. ഓക്കെ, ഇതൊക്കെയാണ് സൈൻസ്. പക്ഷെ സയൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മെസ്സേജ് റെസൊനേറ്റ് ആയാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ആണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതെങ്ങനെ റെസൊനേറ്റ് ചെയ്തു എന്ന് പറയുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആയി റീഡിങ് സെഷൻ വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ഞാൻ നിങ്ങൾക്കെല്ലാം ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.